പിന്നെ ഡ്രസ് എടുക്കാനാണോ നമ്മൾ പോണേ? രണ്ടും. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നേരത്തെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിരുന്നു പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആദ്യം ഇട്ടിട്ട് ഇത് ഗ്രാജുവേഷൻ്റെ വീഡിയോ ഇടാമെന്നായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അപ്പം ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഗ്രാജുവേഷന് മുന്നേ ഉള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും, മോളിലേക്ക് പോയി ഡ്രസ്സ് എടുക്കാനും കാര്യമായിട്ടൊക്കെ. എന്ത് ഡ്രസ്സ് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളൊരു ഷോപ്പുണ്ട്, പഗാനി എന്ന് പറഞ്ഞ്. എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് അവിടെയാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് കാണുന്നത്. എല്ലാ ഡ്രസ്സും എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പിന്നെ ഇവർ ബാക്കി കൂടെ വന്ന എല്ലാവരും ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇയറിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയി. ഓം പോലെ ഉണ്ട് ചെറുതായിട്ട്. നോക്കട്ടെ, അജുവിനെ പോലെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് പെർഫ്യൂമൊക്കെ നോക്കാനും. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്മസ് ടൈം ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എപ്പോൾ എടുത്ത വീഡിയോ ആയിരിക്കുമെന്ന്. പിന്നെ അജുവിനും സിദ്ധുവിനൊക്കെ ഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ സ്റ്റാർബക്സിൽ പോയി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ സ്റ്റാർബക്സിൽ പോകുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ചില കഫേസിനെക്കാട്ടിലുമൊക്കെ ഭയങ്കര റേറ്റ് കമ്മിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇത്. നെല്ലെടുക്കും ഇതാരത്? ബാത്റൂം ചപ്പൽ, അതാണ് മെയിൻ ആയിട്ട് എടുക്കേണ്ട. ये बकवास क्या कर रही हो अंकिता? पागल पगू आपका मैम फोन का നമ്മളിപ്പോ नेम का चेंज कर रहे हैं पागू पागल लड़की है. ജോബർ മോഡന്നിട്ടാണ് സിറി എടുത്ത് പറഞ്ഞു. സിറിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. സിറിയ ഞാൻ വീഡിയോ ആണെങ്കിൽ അത് നടക്കാവില്ല. നമുക്ക് ഗിഫ്റ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ കെമാർട്ടിലേക്കായിരുന്നു കേട്ടോ പോയത്. അവർ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അങ്കേതി ചേച്ചിയുടെ അടുത്തായിരുന്നേ. പക്ഷേ ക്യാമറയിൽ എന്നെയാണ് പതിഞ്ഞു പോയത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഞങ്ങൾ ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നതായിരുന്നു. കാരണം ഞാനങ്ങനെ ഹീൽസ് ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തോ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് ഇടേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹീൽ ഇടണം എന്നുള്ളത്. അപ്പം എനിക്ക് ചില ഹീൽസൊക്കെ ഇങ്ങനെ കാല് വേദനിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് പക്ഷേ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഹീൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഹീൽ ഞാൻ ഇട്ടു. അടിച്ചതാ എന്ത് സാധനം? ഹെയർ സ്പ്രേ ആണോ? തിളങ്ങോ? ഞാൻ ഇനി പളവളാന്നാവൂ. അമ്മയൊക്കെ വിളിക്കൂല, അമ്മയെ പറ്റി.
അപ്പോൾ കെമാർട്ടിൽ നിങ്ങൾക്ക് കോലം കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ടയേർഡൊക്കെ ആയിട്ടാണ്. കാരണം സ്റ്റാർബക്സ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷമാണ് നിങ്ങൾ കെമാർട്ടിൽ പോയത്. കാരണം കെമാർട്ട് രാത്രി 12 മണി വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വൈകുന്നേരം സമയം ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി വന്ന് പർച്ചേസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കെമാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഇല്ലെങ്കിൽ സിദ്ധുവിൻ്റെ അടുത്തൊക്കെ വീഡിയോ എടുക്കാൻ പറയുമ്പം ഭയങ്കര മടിയായിരിക്കും. പക്ഷേ അന്ന് എന്ത് പറ്റിയെന്നറിയില്ല, വെറുതെ വീഡിയോ എടുത്തു. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ ഇട്ടു എന്ന് മാത്രം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതെന്തായാലും വീഡിയോ എടുത്തത് കൊണ്ട് ഞാൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇഷ്ടമായവരുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ പേ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ സൗണ്ട് തീരെയില്ലാത്തത്. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് ഇടയിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. സോ സോറി ഫോർ ദാറ്റ്.